വെൽക്കം ടു അവർ ചാനൽ അടയും ചക്കരയും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇന്നലെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പം ഇന്നും വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ചു. ഇന്ന് ഇപ്പോൾ ഓഫാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡബ്ലിൻ സിറ്റീന് പുറത്ത് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ചുമ്മാ ഡബ്ലിൻ സിറ്റീൻ്റെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോകുന്നത് ക്ലെയർമോണ്ട് ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്. ഹോത്തിൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പാർക്കിംഗ് ഭയങ്കര ഇഷ്യൂസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ പബ്ലിക് പാർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അറിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഡ്രൈവ് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ ഞങ്ങളങ്ങനെ കാണിച്ചു തരാം. എങ്ങനെയാണ് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഇതുവരെ പുറത്ത് പോകാത്തവരെ അങ്ങനെ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെയാണുള്ള ഇഷ്യൂസ് എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾക്ക് അറിയില്ല, ഇതുവരെ ഞങ്ങൾ പുറത്ത് പോയിട്ടില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുമ്പം 45 മിനിറ്റ്സ് ആണ് M50 ഒഴിവാക്കിയിട്ട്. M50 കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ്സ് 39 മിനിറ്റ്സ് മതി. അപ്പോൾ നമ്മൾ ടോൾ കൊടുക്കാതെ ഉള്ള വേറെ റോഡുണ്ട്. അപ്പം അതെ, അപ്പോൾ നമ്മൾ ടോൾ ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ അത് എന്തായാലും ഡ്രൈവിന് പോകുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ ക്ലെയർമോണ്ട് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളിങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പം അയർലൻഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ മോട്ടോർ വേസ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അയർലൻഡിൻ്റെ വില്ലേജ് അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ ആ നാച്ചുറൽ ബ്യൂട്ടിയും ഒക്കെ ആസ്വദിച്ച് പോകണമെങ്കിൽ മോട്ടോർ വേസ് അല്ലാത്ത റോഡുകളിൽ കൂടെ പോകുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കടലിൽ നിന്ന് കുറച്ച് വെള്ളം ഉള്ളിലോട്ട് കയറുമ്പം ഉണ്ടാകുന്ന ഒരു ചെറിയ എന്താ പറയുക ലേക്ക് പോലത്തെ ഉള്ള സ്ഥലമാണ്. ഇതങ്ങ് ഒരുപാട് ദൂരത്തോളം ഉണ്ട്. ഇപ്പം വെള്ളം കുറവാണ് അവിടെ. ഇതിൻ്റെ സൈഡിൽ കൂടെ സൈക്കിൾ ട്രാക്സും ആൾക്കാർക്ക് നടക്കാനുള്ള നടപ്പാതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ക്ലെയർമോണ്ട് ബീച്ചിലേക്ക് എത്താനായി. ലൊക്കേഷൻ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം ഇതാണ് ഹോത്ത് അല്ലെങ്കിൽ ക്ലെയർമോണ്ട് ബീച്ച് ഹാർബർ ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി പാർക്കിംഗ് ആണ് നോക്കേണ്ടത്. പാർക്കിങ്ങിനായിട്ട് ഇവിടെ ഓൾറെഡി പാർക്കിംഗ് ലൊക്കേഷൻ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓൾറെഡി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പാർക്കിങ്ങിനായിട്ട് സെർച്ച് ചെയ്യണം. തൽക്കാലത്തേക്ക് നമുക്കൊരു പാർക്കിംഗ് സ്പോട്ട് കിട്ടിയ സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ലീഗലാണോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരുപാട് വണ്ടികളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആരുടെയും ചോദിച്ച് നോക്കേണ്ടി വരും. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ഉള്ള ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട്. നല്ല അടിപൊളി, കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണിത്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ക്ലെയർമോണ്ട് ബീച്ചിലെ പബ്ലിക് പാർക്കിംഗ് ആണെന്ന് പറയുന്നത് അവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇത് പെയ്ഡ് പാർക്കിംഗ് ആണെന്ന് അറിയില്ല. ഇവിടെ എന്തൊക്കെയാണ് ഫൈൻ 150 യൂറോസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ശിൽപ നോക്കട്ടെ. അവരെന്താ പറഞ്ഞ നീ പാർക്കിംഗ് വെച്ചപ്പോൾ അവരോടെന്താ പറഞ്ഞത്? അവരിവിടെ ഫസ്റ്റ് ടൈമാണ് വന്നത്. അപ്പം പേ പാർക്കിംഗ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവരിവിടെ 3 hours ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതുവരെയായിട്ടും അവരുടെ ക്ലാമ്പ് ചെയ്യുകയോ ആരും ഒന്നും പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അത് ഫ്രീ പാർക്കിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ സൈഡാണ് ഹാർബേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഹോത്തിൻ്റെ യാട്ട് ക്ലബ്ബാണ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നീണ്ടു കിടക്കുന്ന ആ ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനാണ്, ലൈഫ് ബോട്ട് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നടന്ന് നോക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് വരെയുള്ളൂ. അങ്ങോട്ട് മുമ്പിൽ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോസ്റ്റ് ഗാർഡ്സിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനവിടെ കണ്ട വണ്ടിയിൽക്കാരനോട് ചോദിച്ചപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് പോകേണ്ടത് ബാക്ക് സൈഡിലോട്ടാണ്. ബാക്ക് സൈഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാലാണ് ഹാർബർ സൈഡിലെ വാക്കിംഗ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർബർ സൈഡ് അല്ലെങ്കിൽ കടലിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്, കൂടാതെ നല്ല തണുപ്പും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ വോയിസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിക്കും കേൾക്കുന്നില്ല. കാരണം കാറ്റ് ഭയങ്കര ആയതുകൊണ്ട് ഭയങ്കര നോയിസാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാക്കോട്ട് വന്ന് ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ യാട്ട് ക്ലബിൻ്റെ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്. അതിനെ കൂടെ ആൾക്കാർ നമുക്ക് പോകുന്നത് കാണാം. അതിന് മുമ്പിലായിട്ടാണ് നമുക്ക് ബീച്ച് സൈഡ് അല്ലെങ്കിൽ ഹാർബർ സൈഡ് എന്ന് പറയുന്നത്. മുമ്പിൽ നമുക്ക് ഒരുപാട് യോട്ട്സ് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഹോത്തിൻ്റെ പ്ലേ ഗ്രൗണ്ടാണ്. എനിക്ക് തോന്നുന്ന ഹോത്ത് പിയർ പാർക്ക് നമ്മൾ പാർക്ക് ചെയ്തത് തൊട്ട് ഇങ്ങനെ പ്ലേ ഗ്രൗണ്ട് വരെ നല്ല അടിപൊളി ഗ്രീനറിയാണ്. നല്ല അടിപൊളിയായിട്ടാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ആ മുകളിലായിട്ട് കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് ആബിയാണ്, ഒരു ഓൾഡ് മോൺസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. നമ്മൾ ഓൾറെഡി വന്നപ്പോൾ ലേറ്റായി, കാരണം ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി. ഉച്ച എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി ലൈറ്റ് കുറവാണ്, പിന്നെ വിൻ്റർ തുടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പം നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി കാണാം. ഈ ഒരു ഹാർബർ ഏരിയ തന്നെ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇതിന് മേലെയായിട്ട് തന്നെ ഒരു ഗേഡി മ്യൂസിയം ഉണ്ട്, പിന്നെ ഹോത്ത് മാർക്കറ്റുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം നമ്മളൊന്ന് കറക്റ്റായിട്ട് കുറച്ച് നേരത്തെ വന്നൊന്ന് പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്കിത് മൊത്തം കവർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല കാറ്റ് കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പ്. ഗ്ലൗസ് എടുത്തില്ല, ശരി. ഗ്ലൗസ് എടുക്കാനുള്ള ഈ തണുപ്പത്ത് ഗ്ലൗസ് എടുക്കാൻ എങ്ങനെ ഇരിക്കണം. അങ്ങനെ നമ്മൾ ഹാർബറിൻ്റെ വാക്കിംഗ് സൈഡിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ നമ്മൾ ഓൺ വോയിസ് പറയുന്നതൊന്നും ശരിക്കും കേൾക്കില്ല. ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, അതുപോലെ നല്ല അടിപൊളി തണുപ്പ്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് ഈ സമയത്തൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല നമ്മൾ തെർമൽസ് എല്ലാം എടുത്തിട്ട് വേണം പോകാൻ. ആ മുകളിൽ കാണുന്നതാണ് മ്യൂസിയം. പിന്നെ ആ സൈഡിലോട്ട് തന്നെ ബേ ബീച്ചസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങ് ക്ലോക്ക് ടവർ വരെ ഭയങ്കര ലോങ് വാക്കാണ്. എനിക്ക് തോന്നുന്ന ഒരു അറൗണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൂറിസ്റ്റ് ഇവിടെ വരുന്നുണ്ട് വാക്കിങ്ങിനും റണ്ണിങ്ങിനും ഒക്കെ ആയിട്ട്. ക്ലെയർമൗണ്ട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ കവർ ലേക്ക് ബീച്ച്. ഹാർബറിൻ്റെ സൈഡിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ശരിക്കും വന്നിരിക്കുന്നത് ഹാർബർ സൈഡിലാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ആണ് ശരിക്കും ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു സ്മോൾ കവർ ലേക്ക് ബീച്ചസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ മെയിൻ കടലിൽ നിന്ന് കയറി ചിലപ്പോൾ ഉള്ളിലോട്ടായിട്ട് ചെറിയൊരു കർവ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, അതാണ് ചെറിയ സ്മോൾ കവർ ലേക്ക് ബീച്ചസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏരിയാസാണ് ഇവിടെ കൂടുതലും. നമ്മളെ ബാക്ക് സൈഡിലുണ്ട്, അതേപോലെ റൈറ്റ് സൈഡിലും അങ്ങനെയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും വൺ ഓഫ് ദി പോപ്പുലർ ബീച്ചസ് എന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശരിക്കും ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് 31B എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബീച്ചിൽ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡാർട്ട് യൂസ് ചെയ്താണെങ്കിൽ ബസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ കാറോ അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസ് ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട ക്ലെയർമൗണ്ട് ബീച്ചിലെ ലൈഫ് ഗാർഡ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും വിൻ്റർ ടൈമിൽ ഓപ്പറേറ്റിംഗ് അല്ല. അവർ ശരിക്കും സമ്മർ ടൈമിലാണ് ഓപ്പറേഷനിലാവുന്നത് ലൈഫ് ഗാർഡ് സ്റ്റേഷൻ. അതായത് സാറ്റർഡേ ടു സൺഡേ 11 AM to 7 PM. ജൂലൈയിലും ഓഗസ്റ്റിലും അവർ എല്ലാ ദിവസവും തന്നെ കാണും. അപ്പം ഇത് ഹാർബർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഹാർബർ സൈഡിലും അതുപോലെ തന്നെ ഹോത്ത് വില്ലേജിലും ഒരുപാട് പബ്സും നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സും ഉണ്ട് സീ ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പം ഹോപ്പ്ഫുള്ളി നമുക്കിത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കണമെന്നുണ്ട്. നോർമൽ ടെമ്പറേച്ചർ ഒരു 7-8 ഡിഗ്രി ഒക്കെ ഉള്ളെങ്കിലും ഈ ഹാർബർ സൈഡും അതേപോലെ ബീച്ച് സൈഡൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം ശരിക്കും നമ്മൾ നല്ല തെർമൽസൊക്കെ ഇട്ട് വന്നാലേ ഇവിടെ നിന്നോട് നടക്കാൻ പറ്റുള്ളൂ. ഒടുക്കത്തെ കാറ്റായതുകൊണ്ട് നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന പറ്റുന്നില്ല, കാരണം ഭയങ്കര കാറ്റാണ്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന്. ബീച്ച് സൈഡ്, അവിടെ നമുക്ക് നേരെ മുമ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഐലൻഡ് പോലെയുള്ള ഏരിയ. പിന്നെ മുമ്പിൽ നമുക്ക് ക്ലോക്ക് ടവേഴ്സ് കാണാം. അതുമാത്രമല്ല, പിന്നെ ഇവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും മാപ്പിലൊക്കെ നോക്കി വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്റ്റാർ ഓഫ് ദ സീ, പിന്നെ മ്യൂലഡി സിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ഉണ്ട് പോകുന്ന വഴിക്ക്. അതുപോലെ തന്നെ കിങ് ജോർജ് 4ാമൻ്റെ ഫുട് പ്രിൻറ്റ്, അത് നമ്മൾ അപ്പുറത്തെ സൈഡിലാണുള്ളത്.
ഇവിടുത്തെ കാറ്റും തണുപ്പും ഭയങ്കരമാണ്. ഭയങ്കര കാറ്റും നല്ല തണുപ്പും കൂടിയാണ്. അതുകൊണ്ട് തന്നെ തെർമൽസ് ഇടാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഓൺ വോയിസ് വീഡിയോ ഞാൻ അങ്ങനെ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ തണുപ്പും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന്. ശരിക്കും കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട് നമ്മൾ കാറ്റൊക്കെ അടിച്ചിട്ട്. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ഹോത്ത് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഓൾഡ് ലൈറ്റ് ഹൗസ് ആണ്. അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ നമ്മുടെ യോട്ട് ക്ലബ്ബ് കറക്റ്റായിട്ട് കാണാം. അവിടെ എല്ലാ ബോട്ട്സും യോട്ട്സും നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഫിഷിംഗ് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടലിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ തെറിച്ച് റൈറ്റ് സൈഡിലൊക്കെ എന്താ പറയുക പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വാർണിങ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്സിൻ്റെ മേലെയും അതിൻ്റെ മേലെ ഒന്നും കയറി നിൽക്കരുത്, സ്ലിപ്പറി ആണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ആദ്യം കാണുന്നത് താഴെ കുറച്ച് എന്താ പറയുക ഒരു ബിൽഡിംഗ് ഒക്കെ ആയിട്ട് അതിൻ്റെ മേലെയാണ് ചെറിയൊരു ക്ലോക്ക് ടവർ ഉള്ളത്. അതുപോലെ തന്നെ അങ്ങ് എൻഡിൽ വലിയൊരു വേറൊരു ക്ലോക്ക് ടവർ കൂടിയുണ്ട്. ഇങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഒരു എൻഡിലോട്ട് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. 3 സൈഡും കടലാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കും. ശരിക്കും അതിന് എൻഡിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ടൈറ്റാനിക്കിൽ മറ്റേ റോസിനെയും ജാക്കിനെയൊക്കെ ഓർമ്മ വരും. ആ ഒരു ഫീൽ നമുക്ക് അതിൻ്റെ എൻഡിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും. ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിക്കുമ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ആ ഒരു എൻഡിൽ പോയി നിൽക്കുന്ന ഒരു ഫീല് പോലെ. കാരണം ഭയങ്കര കാറ്റും നല്ല തണുപ്പും ഒക്കെയാണ്. കാരണം ചുറ്റും കടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര നല്ല വ്യൂ ആണ്. അപ്പം നല്ല ക്യാമറയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി ഫോട്ടോസും മെമ്മറീസും നല്ല റീൽസ് കാര്യങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. നമ്മളെന്തായാലും ക്യാമറയൊന്നും എടുത്തിട്ടില്ല. നമ്മളപ്പോൾ ഉള്ള മൊബൈലിലും ഒക്കെ അത് വെച്ചിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അപ്പം ഈ ഹാർബറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ സൈഡാണ് ശരിക്കും ക്ലെയർമൗണ്ട് ബീച്ച് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ഹാർബർ സൈഡിലാണുള്ളത്. പിന്നെ അങ്ങേ സൈഡിലോട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്സും പബ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത്.
അപ്പോൾ ഗൈസ് നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല തണുപ്പാണ്. എന്തായാലും ഗ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ കാണുന്നിട്ട് ഒരു രക്ഷയില്ല. നല്ല വ്യൂ ആണ്. ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കുന്നവർക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ ആദ്യത്തെ ക്ലോക്ക് ടവറിൻ്റെ താഴെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ സിറ്റി സെൻറ്ററിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. എനിക്കൊന്നൊരു 30 മിനിറ്റ്സ് മാക്സിമം അത്രേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. ഓടാനും അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അതെ, നല്ല സ്ഥലമാണ്. പാർക്കിംഗ് ഉണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒരുപാട് പിന്നെ വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിക്ക് വരുന്നവർക്കാണെങ്കിൽ സിറ്റി ഡബ്ല്യൂ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 40 മിനിറ്റ്സ് നമ്മളെ M50 എടുക്കാതെ ഹൈവേ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ്സിൽ നമുക്കിവിടെ എത്താം. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ ഹോത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് വ്യൂസ് പോയിൻറ്റ്സും ഇതേപോലെ ബീച്ചുകളും ഒരുപാടുണ്ട്. നമ്മൾ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് മാപ്പ് നോക്കി കണ്ടുപിടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ ചുമ്മാ ഇറങ്ങിയതാണ്. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, ഈ സമയത്ത് നാട്ടിലെ പഴംപൊരിയും ചായയും മിസ് ചെയ്യുന്നത്. അതെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടക്കുന്നത് ഞങ്ങൾ മേലക്കൂടെ അല്ല, അതിൻ്റെ താഴെക്കൂടെ തന്നെ നടക്കാനുള്ള വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഹോത്തിൻ്റെ ഫിഷിംഗ് സ്പോട്ട്സ് ഉണ്ട് അവിടെ. പിന്നെ അതേപോലെ ഫിഷിംഗ് പിയറൊക്കെ ഉണ്ട്. നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ അവിടെ കുറച്ച് പേര് ഇങ്ങനെ ബോട്ടിൽ വന്നിട്ട് ഫിഷ് ചെയ്യുന്നത് കാണാം നമുക്ക്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് സ്റ്റാർബക്സിൽ കയറി ഒരു ചായ കുടിക്കാം, അപ്പം ബാത്റൂമിലും പോകാതെ. പക്ഷേ ശരിക്കും നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഇവിടെ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അത് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ, ഇത് തുടങ്ങുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർബക്സിൽ കയറി ഒരു കോഫിയൊക്കെ അടിച്ച് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ തിരിച്ച് വരെയും താമസിയാതെ തന്നെ ഇറങ്ങി. കാരണം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സീ ഫുഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്സിലാണ് ഈ റെസ്റ്റോറൻറ്റും സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇതിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോത്ത് ഹാർബർ എന്നാണ് എഴുതിയേക്കുന്ന സ്ഥലം. ഹോത്ത് ഹാർബർ. എനിക്ക് തോന്നുന്നു അപ്പർ സൈഡാണ് ബീച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ കറങ്ങി വന്നപ്പോഴത്തേക്ക് സമയം പോയി. ഇതിൻ്റെ അപ്പർ സൈഡിലോട്ട് പിന്നെ ലൊക്കേഷൻ കാണിക്കുമ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡിലോട്ട് ബീച്ച് പോലെ കാണിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറം അറിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണമെങ്കിൽ അവിടെ പോയി നോക്കാം. ഇപ്പോൾ എന്തായാലും സമയം പോയി. സമയം എത്രയായി? 2-3 മണിയാവാറായി. വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പം ഹോത്ത് ഹാർബർ കാണാൻ വരുന്നവർക്ക് വരാം. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിനൊന്നും കുഴപ്പമില്ല, ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ വാക്കിംഗ് ഈവനിങ് വാക്കുന്നില്ല, രാവിലെ വേണമെങ്കിലും വന്ന് നടക്കാം ഇവിടെ, കുഴപ്പമൊന്നുമില്ല. അതെ, പിന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റും ആൾക്കാരും കാണാനൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം റെസ്റ്റോറൻറ്റിലോട്ട് ലെഫ്റ്റ് സൈഡിലെ റെസ്റ്റോറൻറ്റ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. റെസ്റ്റോറൻറ്റ്സ് ഇവിടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാം ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സും അതിൻ്റെ ഓഫേഴ്സും എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളവിടെ ഫ്രഷ് ഫിഷ് ഇന്ന് രാവിലെ പിടിച്ച ഫിഷസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയറി നോക്കി. ഞങ്ങൾ എന്നിട്ടൊരു കുറച്ച് ഫിഷ് ഞങ്ങൾ വാങ്ങി. കാരണം ഫ്രഷ് ഫിഷ് ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് വളരെ വിരളമാണ്. നമുക്ക് ലിഡിലോ അല്ലെങ്കിൽ അൽദിയിലൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഫിഷ് വാങ്ങിക്കൊണ്ടിട്ട് ഞങ്ങളൊരു 1 kg അല്ലെങ്കിൽ 1-2 kg ഞങ്ങൾ ഫിഷ് വാങ്ങി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല, കാരണം ഒരുപാട് തിരക്കുണ്ട്. അതുമാത്രമല്ല ഞങ്ങളെ ഫ്രണ്ട്സ് ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ചുമ്മാ ഒന്ന് കറങ്ങാൻ ടൗണിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലെയർമൗണ്ട് ബീച്ച് എന്ന് പറയുന്നൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഹാർബർ സൈഡും സീ ഫുഡൊക്കെ കഴിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ലിൻ്റെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം ബീച്ചൊക്കെ കറങ്ങി നല്ല ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ഫിഷൊക്കെ മേടിച്ച് തിരിച്ചു പോകാവുന്നതാണ്.